14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മാളില്ലേ, ആ ന്യൂക്ലിയസ് മാളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. അങ്ങനെ നിവിൻ പോളിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുവാണ്. മെയിൻ ആയിട്ടുള്ള 2 തെളിവുകൾ ഇപ്പം വന്നിട്ടുണ്ട്. ഒന്ന് വിനീത് ശ്രീനിവാസനും പിന്നെ ഫാർമ എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടറുമായിട്ടുള്ള അരുണും വന്നിട്ട് ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സ്ത്രീ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, പീഡന കേസ് എന്നും പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ പേരിൽ. ഈ പറയുന്ന ദിവസങ്ങളിൽ നിവിൻ പോളി എവിടെ ആയിരുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. അതായത് ഫാർമ എന്ന് പറയുന്ന മൂവിയുടെ സെറ്റിലും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമുള്ള മൂവി സെറ്റിലോട്ടാണ് നിവിൻ പോളി പോകുന്നത്. അപ്പം ഇത് 2 പേരും വന്നിട്ട് ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. ന്യൂസ് ചാനലിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം. നേരത്തെ സൂചിപ്പിച്ച സംവിധായകൻ അരുണിലേക്ക് നമുക്കൊന്ന് പോകണം. ശ്രീ അരുൺ, വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് താങ്കളുടെ സീരീസിന്റെ ഷൂട്ട് ലൊക്കേഷനിലേക്കാണ് നിവിൻ പോകുന്നു എന്ന് പറഞ്ഞതായി നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇതിൽ അരുണിന് വരുത്താൻ കഴിയുന്ന ഒരു വ്യക്തത അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 14, 15, 16 ഈ 3 തീയതികളിൽ എവിടെയായിരുന്നു നിവിൻ പോളി എന്നത് ഈ കേസിന്റെ അന്വേഷണത്തിലും പ്രധാനപ്പെട്ടതാണ്. അരുണിന്റെ ലൊക്കേഷനിൽ എന്നാണ് നിവിൻ പോളി വന്നത്? എങ്ങനെയായിരുന്നു ഷൂട്ടിന്റെ ഷെഡ്യൂൾ? നിവിൻ പോളി ഞങ്ങളുടെ ഫാർമ എന്ന വെബ് സീരീസിൽ KP വിനോദായിട്ട് എന്ന കഥാപാത്രമായി ഈ 15-ാം തീയതിയും 16-ാം തീയതിയും എല്ലാം അഭിനയിച്ചതാണ്. വിനീത് ശ്രീനിവാസന്റെ സെറ്റിൽ നേരെ ഫാർമയുടെ സെറ്റിലേക്കാണ് വന്നത്. ഫാർമയുടെ സെറ്റിൽ നിവിൻ അഭിനയിച്ചതിന്റെ ഫോട്ടോസ് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റ് ആക്ടേഴ്സും ഒക്കെ പങ്കെടുത്ത ഷൂട്ടിംഗാണ്. 15-നും 16-നും അല്ല. അന്നെല്ലാം നിവിൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിന്റെ ഫോട്ടോസും അതിന്റെ വീഡിയോസും അതിന്റെ ഫുട്ടേജസും എല്ലാം ഞങ്ങളുടെ കൈവശവും ഉണ്ട്. കേട്ടല്ലോ, അതായത് വിനീത് ശ്രീനിവാസന്റെ സെറ്റിൽ നിന്ന് നേരെ ഫാർമ എന്ന് പറയുന്ന സെറ്റിലോട്ടാണ് പോയത് എന്നാണ് പറയുന്നത്. ഇവരുടെ കയ്യിൽ അതിനുള്ള എല്ലാ എവിഡൻസും കയ്യിലുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്ക്, ഇമാതിരി ഊടായി പോയിട്ട് വരുന്നവരെ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞ 2 പീഡന കേസ് എന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഒരു കാര്യവും ഇല്ലാതെയാണ് കൊടുക്കുന്നത്. ശരിക്കും ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഇല്ലാത്ത അലിഗേഷൻ പറഞ്ഞ് ഒരാളെ പബ്ലിക്കിൽ പണം കെടുത്തുന്നതിനകത്ത് ഇവർക്ക് എന്ത് സുഖമാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾ ഇത്രയും അയാൾ ആ ഒരു പൊസിഷനിലോട്ട് എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിവിൻ പോളിയൊക്കെ എത്തിയത്. അപ്പൊ ആ ഒരു വ്യക്തിയെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇങ്ങനെ നാണം കെടുത്തുക എന്ന് പറയുന്നതിനകത്ത് ഒരു മര്യാദ വേണ്ടേ? എന്തായാലും നിവിൻ ചെയ്തൊരു നല്ലൊരു കാര്യം എന്തോന്നറിയോ, ഈ ഒരു പ്രശ്നം നടന്ന സ്പോട്ടിൽ തന്നെ അപ്പം തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. ആ പുള്ളിക്കാരൻ്റെ ഇരുത്തേ സംസാരം കേട്ടപ്പം തന്നെ പകുതി ആൾക്കാർക്ക് മനസ്സിലായി നിവിൻ പോളി ഈ ഒരു കേസിനകത്ത് ഇന്നസെന്റ് ആണ് എന്ന്. പിന്നെ ഈ പരാതി കൊടുത്ത ആളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഏകദേശം ധാരണയായി ഈ ഒരു കേസ് ഫേക്ക് തന്നെയാണ് എന്ന്. അപ്പൊ ഇതാണ് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പക്ക ഊടായ്പ തന്നെ. കാര്യം ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ്. കാര്യം അവർ പറഞ്ഞതിനകത്തൊന്നും ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ്. വാട്സാപ്പ് ഹാക്ക് ചെയ്തു, വൈഫൈ ഹാക്ക് ചെയ്തു, വായി തോന്നുന്ന പൊട്ടത്തരങ്ങളാണ് അവർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കേൾക്കുമ്പോൾ ബേസിക് ആയിട്ട് ഒരു കോമൺ സെൻസ് ഉള്ള ആർക്കും അത് മനസ്സിലാവത്തില്ലേ? എന്തായാലും ബാക്കിയുടെ കണ്ടു നോക്കാം. അപ്പൊ 14, 15, 16 എല്ലാം നിവിൻ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. 15-ാം തീയതി 16-ാം തീയതി ഒക്കെ ഞങ്ങളുടെ സെറ്റിൽ തന്നെ നിവിനുണ്ട്. അരുൺ, ആ തീയതി തന്നെയാണ് ഈ പരാതിക്കാരി പറയുന്നത് 3 ദിവസങ്ങൾ, അതിൽ ഒരു ദിവസവും പിന്നെ കുറച്ച് മണിക്കൂറുകളും വിനീത് ശ്രീനിവാസന്റെ സിനിമയുടെ പ്രധാനപ്പെട്ട സീനുകൾ എടുക്കുകയായിരുന്നു. അതിനുശേഷം നേരെ താങ്കളുടെ സിനിമയുടെ സെറ്റിലേക്ക് വരികയായിരുന്നില്ല. അതിനിടയിൽ വിദേശയാത്ര എന്തെങ്കിലും നടത്തിയതായി നിവിൻ പറഞ്ഞിരുന്നു ആ മാസം? അതിനിടയിൽ വിദേശയാത്ര പോയിട്ട് യാത്ര ചെയ്യാനുള്ള സമയം പോലും ഇല്ല. കാരണം വേറെ പുലർച്ചെ വരെ ഷൂട്ടിംഗ് നടക്കുകയും അതിനുശേഷം നേരെ ഞങ്ങളുടെ സെറ്റിലേക്ക് വരികയും ഞങ്ങളുടെ സെറ്റിൽ ഫാർമയുടെ സെറ്റിൽ ജോയിൻ ചെയ്യുകയുമാണ് ഉണ്ടായത്. അന്നത്തെ ദിവസത്തെ ക്രൗഡിനോടൊപ്പമുള്ള നിവിന്റെ ചിത്രങ്ങൾ, നിവിൻ ആ കഥാപാത്രമായി ഫാർമയിൽ അഭിനയിക്കുന്നതിന്റെ മറ്റു ഫുട്ടേജസ് എല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ ഈ പരാതി വ്യാജമാണ് എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു അല്ലേ അരുൺ? ഒരു വ്യക്തിക്ക് ഒരേ സമയം 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ. ഞാനും അത് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ അവതരിപ്പിച്ച കുമ്പിടി എന്ന കഥാപാത്രം എന്ന മട്ടിലാണ് ഇപ്പോൾ നിവിൻ പോളി അങ്ങനെയാണെങ്കിൽ കരുതേണ്ടത്. ഇവിടെയും അവിടെയും ഒരേ സമയം ഉണ്ടാകാൻ കഴിയില്ലല്ലോ. ഇവിടെ കൃത്യമായ തെളിവുകളുണ്ട്, ഫുട്ടേജസ് ഉണ്ട്. പരാതിക്കാരി പറയുന്നു തെളിവുള്ള ഫോൺ തന്നെ നിവിൻ പോളി കൊണ്ടുപോയിരിക്കുകയാണെന്ന്. ഇവിടെ അവിടെ ഒരേ സമയത്ത് വരണമെങ്കിൽ എന്തോന്നടേ ഇത് കുമ്പിടി വല്ലോ ആണോ? എന്താ കേശവ? എന്തായാലും കോമഡി തന്നെ കേട്ടോ. ഈ പറയുന്ന പെൺകുട്ടിയുടെ കയ്യിൽ ഒന്നാമത്തെ കാര്യം തെളിവില്ല. തെളിവുള്ളത് നിവിൻ പോളി കൊണ്ടുപോയി എന്ന്. അതായത് ആകെ തെളിവുള്ളത് ആ പെൺകുട്ടിയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോണാണ്. അത് നിവിൻ പോളി കൊണ്ടുപോയി. ഈ പറയുന്ന നിവിൻ പോളി ഈ ദിവസങ്ങളിൽ എവിടെ ആയിരുന്നു എന്നുള്ളതിന്റെ മെയിൻ വെളിപ്പെടുത്തലാണ് ഈ പറയുന്ന അരുൺ എന്ന് പറയുന്ന ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. കാര്യം അവരുടെ സെറ്റിലുണ്ടായിരുന്നു. അവരുടെ സെറ്റിലുണ്ടായ വ്യക്തി പിന്നെ എങ്ങനെയാണ് ഈ 3 ദിവസം ഈ പെൺകുട്ടിക്ക് ലഹരി കൊടുത്ത വെള്ളം കൊടുത്ത് 3 ദിവസം പൂട്ടിയിട്ടു എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഇത് പക്ക
പക്ക ഉടായ്പ് സംഭവങ്ങളാണ് കേട്ടോ. ഈ ഇങ്ങനെയുള്ള കേസിൽ, ഈ പീഡന കേസുമായിട്ട് വരുന്ന സകലമാന ഈ പറയുന്ന പെൺകുട്ടികളെയും ക്രോസ് ചെക്ക് ചെയ്ത് ഇതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതും ഇതിന്റെ പുറയിൽ ആരെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടോ എന്ന് നോക്കണം. കാര്യം ഇത് ബാക്ക് ടു ബാക്ക് ഒരു റീസണും ഇല്ലാതെ ഒന്ന് പറഞ്ഞ രണ്ടിന് പീഡനം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത് വരുവാണ്. അത് മീഡിയാസിൽ വരിക, മീഡിയാസുകാർ അത് കൊട്ടി ഘോഷിക്കുക, അതെടുത്ത് വെച്ചിട്ട് പിന്നെ വലിച്ചു കയറുക. ഇതൊരു എന്താ പറയണ്ട, ഇതൊരു അവസരമായിട്ട് മുതലെടുക്കുവാണ് കേട്ടോ കുറെ ആൾക്കാർ. ഇതൊരു പറ്റിയ അവസരമാണ്. ഉള്ള സമയത്ത് നൈസായിട്ട് കയറിയിട്ട് പറഞ്ഞ പീഡന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചിലപ്പോൾ കാശായിരിക്കാം മെയിൻ ലക്ഷ്യം, അല്ലെങ്കിൽ പിന്നെ പബ്ലിസിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ഇല്ലാത്ത തോന്നിയാസങ്ങൾ പറഞ്ഞുണ്ടാക്കേണ്ട കാര്യം എന്താണ്. ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിനീത് ശ്രീനിവാസന്റെ ഭാഗത്ത് നിന്ന് നല്ല കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോളില്ലേ, ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ഒരു 8 മണി, ഞങ്ങളൊരു 7-7:15 ആയപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് 8 മണിയോട് കൂടിയിട്ട് നിവിൻ വന്ന് 8:30 ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ, ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? തൃപ്പൂണിത്തുറ ന്യൂക്ലിയസ് മോളിലാണ് ഈ ഒരു ഷൂട്ട് നടന്നതെന്നും കറക്റ്റ് ഡേറ്റ് ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം എന്ത് മനസ്സിലാക്കണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരുതിക്കൂട്ടി ഒരാളെ എത്രത്തോളം പബ്ലിക്കിന്റെ മുന്നിൽ ഡിഫെയിം ചെയ്യാം, അതാണ് കാണിച്ചേക്കുന്നത്. നിവിൻ പോളി തീർച്ചയായിട്ടും ഇതിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കണം, കേസ് കൊടുക്കുകയും ചെയ്യണം. എന്തുകൊണ്ട് നിങ്ങളുടെ പേര് ഇങ്ങനെ വലിച്ചഴിച്ചിട്ട് നിങ്ങൾ ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ മാനം കെടുത്തി എന്നുള്ളതിന്റെ ആ ഒരു സംഭവം നിങ്ങൾ തെളിയിക്കണം. അതാണ് ചെയ്യേണ്ടത്. കാര്യം വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? മീഡിയാസിന്റെ മുന്നിൽ വന്നിരുന്നത് ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയുന്നത്. എന്തെല്ലാം പോക്കൃത്തരമാണ് വന്നിരുന്ന് സംസാരിച്ചത്. ഒരു തെളിവും ഇല്ലാതെ വന്നിരുന്നിട്ട് ഒരു റൂമിൽ പൂട്ടിയിട്ടെന്ന് പറയുക, ഉള്ള ഫോൺ മൊത്തവും പിടിച്ചോണ്ട് പോയെന്ന് പറയുക, ഹാക്ക് ചെയ്തെന്ന് പറയുക. എന്തോന്നു പറയും, കണ്ടോണ്ടിരിക്കുന്നവരെന്തോ മണ്ടന്മാരെങ്ങാണോ? ഇതിൽ കൂടുതൽ ഒരു തെളിവും വേണ്ട. ഇതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമായിട്ടുണ്ട്. പോലീസുകാർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട്. പോലീസുകാർ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അന്വേഷിച്ചിട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിയിക്കട്ടെ. ഇതുപോലെ ഇനിയും വരുന്ന ആൾക്കാരെ കഴിവതും ക്രോസ് ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാമുക്കോയുടെ മകൻ നിസാറാന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ വന്ന് സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റി. കാര്യം മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് വരെ വന്നിരുന്ന ആരോപണം പറയുവാണ്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. എന്നിട്ട് അവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും പോലീസുകാർ അന്വേഷിക്കട്ടെ. കാര്യം മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് സംസാരിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇനി ശരിക്കും അത് മാത്രമല്ല, ഈ മാമുക്കയെ അടുത്തറിയാവുന്ന ആൾക്കാർ ആരും മാമുക്കയെ പറ്റിയിട്ട് ഒരു മോശം അനുഭവം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം. ഇതെല്ലാം അന്വേഷിച്ചിട്ട് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.